സംസ്ഥാന ചലച്ചിത്ര വികസന കോർപ്പറേഷൻ ചെയർമാൻ ഷാജി എൻ കരുണിന്റെ നേതൃത്വത്തിലാണ് സർക്കാർ സിനിമാ നയത്തിനുള്ള കരട് സമിതിയെ രൂപീകരിച്ചത്. സിനിമാ കോൺക്ലേവിന്റെ അജണ്ട നിശ്ചയിക്കുന്ന ഈ സമിതിയിൽ 10 അംഗങ്ങളാണ് ഉണ്ടായിരുന്നത്. സാംസ്കാരിക വകുപ്പ് സെക്രട്ടറി കൺവീനറായ സമിതിയിൽ ഒന്നാമത്തെ അംഗമായിരുന്നു മുകേഷ്. എന്നാൽ മുകേഷ് ആരോപണ വിധേയനായതോടെ സമിതിയിൽ നിന്ന് ഒഴിവാക്കും. ഒപ്പം വിട്ടുനിൽക്കുന്ന മഞ്ജു വാര്യർ, പത്മപ്രിയ എന്നിവരെ സമിതിയിൽ നിലനിർത്താനുള്ള നീക്കവും തുടങ്ങിക്കഴിഞ്ഞു. കളങ്കിതർ സമിതിയിൽ തുടരേണ്ടതുണ്ടോ എന്ന് സ്വയം തീരുമാനിക്കട്ടെ എന്നതാണ് ചെയർമാൻ ഷാജി എൻ കരുണിന്റെ നിലപാട്. അത് മുകേഷ് എടുക്കേണ്ട ഒരു തീരുമാനമാണ്. വാസ്തവത്തിൽ MLA എന്ന് പറയുന്നത് നമുക്ക് MLAയുടെ മോറൽ ഒബ്ലിഗേഷൻസ് പലതും ഉണ്ട്. അത് അദ്ദേഹം തീരുമാനിക്കട്ടെ. സമിതിയിലെ മറ്റൊരംഗമായ ബി ഉണ്ണികൃഷ്ണനെതിരെ വിമർശനവുമായി സംവിധായകൻ വിനയനും രംഗത്തെത്തി. കോമ്പറ്റീഷൻ കമ്മീഷനിൽ പിഴയടക്കേണ്ടി വന്ന ഉണ്ണികൃഷ്ണനെതിരെ മുഖ്യമന്ത്രിക്ക് പരാതി നൽകിയിരിക്കുകയാണ് വിനയൻ. കുറ്റവാളി എന്ന് കോടതി കണ്ടെത്തിയ ഒരു വ്യക്തി ഇതുപോലുള്ള സമിതിയുടെ മെമ്പർ സ്ഥാനത്തിരിക്കാൻ പാടില്ല എന്ന് ബഹുമാനായ ചീഫ് മിനിസ്റ്ററെ ഞാൻ അറിയിച്ചേ ഉള്ളൂ. അത്രയേ ഉള്ളൂ കാര്യം. ഇരിക്കാൻ പാടില്ല. അദ്ദേഹം അതിന് പോസിറ്റീവായ നിലപാടെടുക്കുമെന്ന് തന്നെയാണ് എന്റെ വിശ്വാസം. സർക്കാരിന്റെ പ്രതിച്ഛായ നിലനിർത്താൻ 2023 രൂപീകരിച്ച നയരൂപീകരണ സമിതിയിൽ മാറ്റം വരുത്തണമെങ്കിൽ അതാകണമെന്നതാണ് CPM നിലപാട്. അതിനാൽ സമിതിയിൽ സമഗ്രമായ മാറ്റം പ്രതീക്ഷിക്കാം. മാതൃഭൂമി ന്യൂസ്, തിരുവനന്തപുരം.